നമസ്കാരം, ഞാൻ ശ്രീലക്ഷ്മി നിജിത്ത്. ഏതൊരു അധ്യാപകർക്കും മറ്റുള്ളവരെ പോലെ തന്നെ പലവിധ വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ഉണ്ടായെന്നിരിക്കും. അതൊക്കെ തരണം ചെയ്തുകൊണ്ടും ക്ലാസ് മുറികളിൽ കുട്ടികളെ അതൊന്നും കാണിക്കാതെയുമായിരിക്കും പലപ്പോഴും അവർ ക്ലാസ്സുകളിൽ അവരെ പഠിപ്പിക്കുന്നത് തന്നെ. തന്റെ വിഷമങ്ങൾ തന്റെ കുട്ടികളുടെ പഠനത്തിന് ഒരു കോട്ടവും ഉണ്ടാക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ അധ്യാപികമാരും. ചിരിച്ചും തമാശ പറഞ്ഞും 4 ചുമരുകളുള്ള ക്ലാസ് മുറികളെ ചിന്തിപ്പിക്കാനുള്ള ഒരു വേദിയാക്കി മാറ്റുന്ന ഇന്നത്തെ അധ്യാപികമാർ കുട്ടികളുടെ കൂട്ടുകാരികൾ കൂടിയാണ്. ഒരു അധ്യാപകനെ മികച്ചൊരു അധ്യാപകനാക്കുന്നത് അവരുടെ വിദ്യാർത്ഥികളാണ്. അതുപോലെ തന്റെ വിദ്യാർത്ഥികളെ പഠനത്തിൽ മിടുക്കരാക്കാൻ കഴിയുന്നതായിരിക്കും ഒരു അധ്യാപികയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കുന്നത്. താൻ പഠിപ്പിച്ചു വിട്ട കുട്ടികളെ കുറിച്ച് ഓർക്കാത്ത അധ്യാപകരുണ്ടാവില്ല. അവർ പഠിച്ചു വളർന്ന് ഉന്നത നിലവാരത്തിലെത്തി എന്നറിയുമ്പോൾ അധ്യാപകർക്കുണ്ടാകുന്ന ആത്മാഭിമാനത്തിന് അതിർവരയിടാൻ കഴിയില്ല. കുട്ടികളോടൊന്നിച്ച് ഭക്ഷണം കഴിക്കുകയും അവർക്കൊപ്പം വിശ്രമ സമയങ്ങൾ ചിലവഴിക്കുകയും ചെയ്യുന്ന അധ്യാപകരെ മറക്കില്ലൊരിക്കലും ഒരു വിദ്യാർത്ഥിയും. പഠനത്തിൽ പിന്നോക്കം പോകുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവരറിയാതെ അവർക്ക് പ്രത്യേക പരിഗണന കൊടുത്ത് ക്ലാസുകൾ കൈകാര്യം ചെയ്യാറുമുണ്ട് നമ്മുടെ അധ്യാപികമാർ. അതുപോലെ താനൊരു അധ്യാപിക മാത്രമല്ല, അവരുടെ കൂട്ടുകാരിയോ കൂട്ടുകാരനോ ഒക്കെയായി അറിയാനാണ് അധ്യാപകർക്കിന്ന് ആഗ്രഹം. 2 വർഷം കോവിഡ് കാലത്തെ ഓൺലൈൻ ക്ലാസുകൾ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ വളരെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. അന്നത്തെ ഓൺലൈൻ ക്ലാസുകൾ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തുമെന്ന ഉത്കണ്ഠ ആദ്യമൊക്കെയുണ്ടായിരുന്നു. എന്നാൽ രസകരമായ നിമിഷങ്ങൾ സ്വയം സൃഷ്ടിച്ചെടുത്ത് നമ്മുടെ അധ്യാപകർ നമുക്കന്ന് പഠനത്തിന്റെ പുതുവഴികൾ കാട്ടിത്തരികയാണ് ചെയ്തത്. കോവിഡ് കാലം കഴിഞ്ഞ് സ്കൂൾ പ്രവൃത്തി ദിവസങ്ങൾ വീണ്ടും പഴയതുപോലെയായപ്പോൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ ഒരു വിള്ളൽ പലരും പ്രതീക്ഷിച്ചിരുന്നിരിക്കും. എന്നാൽ ദുർഘടമായ ഈയൊരു ഘട്ടം അവർക്കിടയിൽ വലിയൊരു ആത്മവിശ്വാസമാണ് ഉണ്ടാക്കിയെടുത്തത്. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള നന്ദിയുടെയും സ്നേഹത്തിന്റെയും കടപ്പാടിന്റെയും ഓർമ്മകൾ ഒരു സുഗന്ധം പോലെ നമുക്കിടയിൽ എന്നും ഉണ്ടാകും. അതുണ്ടാവുക തന്നെ വേണം. പരിമിതികൾക്കുള്ളിൽ നിന്നും അന്ന് ക്ലാസുകൾ നന്നായി കൈകാര്യം ചെയ്ത് നമുക്കിടയിൽ ഊഷ്മളമായ ബന്ധം കാത്തു സൂക്ഷിച്ച എല്ലാ അധ്യാപകരെയും ഈ ഒരു അവസരത്തിൽ ഇവിടെ ഓർക്കാതെ പോകരുതല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാ അധ്യാപകന്മാർക്കും അധ്യാപികമാർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഈ ഒരു അധ്യാപക ദിനം കൂടി ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ.